എല്ലാവർക്കും യേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ. ഇന്ന് രാവിലെ എത്ര പേർ ഒരു വിശ്വാസത്തിൻ്റെ ചുവടുകളിലൂടെയാണ് തുടക്കം കുറിക്കുന്നത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധി എപ്പോഴും പ്രവർത്തിച്ച് ആരംഭിക്കും. വിശ്വാസം പ്രവർത്തിക്കുവാൻ അല്പം വൈകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസമല്ല ആദ്യം പ്രവർത്തിക്കുന്നത്, ബുദ്ധിയാണ്. നമ്മുടെ പഴയ മനുഷ്യൻ, നമ്മുടെ ബുദ്ധിയുള്ള മനുഷ്യൻ, അറിവ്, ഇതൊക്കെയാണ് ഇന്നലത്തെ കാര്യങ്ങൾ ഓർപ്പിക്കും, ഇന്നലത്തെ പ്രശ്നങ്ങൾ ഓർക്കും. അയ്യോ, ഇന്ന് വലിയ വിഷയമാണല്ലോ, ഇതെല്ലാം കൂടി പൊക്കിക്കൊണ്ടുവരും. ആകുല ചിന്തകളും ബുദ്ധിയും കൂടി എല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിക്കും. എന്നാൽ വിശ്വാസം അപ്പോഴും പ്രവർത്തിക്കില്ല. വിശ്വാസം പ്രവർത്തിച്ച് തുടങ്ങുന്ന എപ്പോഴാണെന്നറിയാം? നമ്മൾ ബൈബിൾ തുറന്ന് ബൈബിളിലെ 1-2 അധ്യായങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉടനെ വിശ്വാസത്തിന് ജീവൻ പിടിക്കും. നമ്മൾ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നമ്മൾ വിശ്വാസം പറയാൻ തുടങ്ങുമ്പോൾ ഉടനെ നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം തന്നെ നമ്മുടെ അകത്തെ മനുഷ്യൻ, ആ മനുഷ്യനെ നാം ബലപ്പെടുത്തണം. ആ മനുഷ്യനെ വിളിക്കുന്ന പേരാണ് സോയെ സ്പിരിറ്റ്. ZOE, സോയെ. അതായത് ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിലുള്ള മനുഷ്യൻ. ആദാം പാപം ചെയ്തപ്പോൾ മരിച്ചതും ആ വ്യക്തിയാണ്. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. സോയെ മനുഷ്യനാണ് മരിച്ചത്. ദൈവത്തെ പോലെയുള്ള മനുഷ്യൻ, ദൈവത്തിൻ്റെ അതേ അധികാരമുള്ള മനുഷ്യൻ. പിന്നീട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു സോയ മനുഷ്യൻ മരിച്ചപ്പോൾ എന്നാൽ യേശു ക്രിസ്തു ഒടുക്കത്തെ ആദാം വന്ന് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്നു. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ തരുന്നു എന്ന് നമ്മൾ യോഹന്നാൻ 10 വായിക്കുന്നു. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. യേശു കർത്താവിൻ്റെ ജീവൻ, സോയെ ലൈഫ്, അത് ക്രൂശ് മുഖാന്തരം നമ്മിലേക്ക് വന്നു. അതിനുവേണ്ടി യേശു ക്രൂശ് വഹിച്ചു. നമ്മൾ ക്രൂശ് വഹിക്കാതിരിക്കുവാൻ നമ്മുടെ ക്രൂശ് അവൻ വഹിച്ചു. അതിൻ്റെ അർത്ഥം യേശു ചുമന്നതൊന്നും നമ്മൾ ചുമക്കേണ്ടെന്ന്. യേശു നമുക്ക് വേണ്ടി അത് ചുമന്നു. പാപത്തിൻ്റെ ശിക്ഷ, ശാപം, രോഗം, ബന്ധനം, ഇതെല്ലാം യേശു ക്രൂശിൽ ചുമന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ഭാരപ്പെടണം. ഈ വെളിപ്പാടില്ലാത്തവർ ഇന്നും അടിമതുകത്തിലാണ്. ഈ സത്യം അറിയുന്നവർ സ്വതന്ത്രരാകും. യോഹന്നാൻ 8:31-32 വായിക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, വാസ്തവമായിട്ട് നിങ്ങൾ സത്യം അറിഞ്ഞാൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അപ്പോൾ നമ്മൾ അറിയുന്ന സത്യങ്ങൾ നമുക്ക് ഫ്രീഡം തരും. ബൈബിൾ വായിക്കുമ്പോഴാണ് നമ്മൾ സത്യം അറിയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ, ആത്മനിറവോടെ ബൈബിൾ വായിക്കണം. പരിശുദ്ധാത്മാവേ, അങ്ങ് എഴുതിയ വചനം ഗ്രഹിക്കാനുള്ള കൃപ അവിടുന്ന് തരണേ എന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ഷണ്ണൻ ബൈബിൾ വായിച്ചതുപോലെ ഇരിക്കും. എന്നാൽ ആത്മാവുള്ള പ്രാർത്ഥിക്കുന്ന ഫിലിപ്പോസ് പൊരുള് തിരിച്ചു കൊടുത്തപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 8 കാണാം, ഷണ്ണൻ സ്നാനപ്പെട്ടു, സന്തോഷിച്ചുകൊണ്ട് തൻ്റെ വഴിക്ക് പോയി. പൊരുള് ആത്മാവിൽ തിരിച്ചു കൊടുത്ത് സ്നാനപ്പെടുത്തിയവനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. അതാണ് സോയ സ്പിരിറ്റ്. സോയ സ്പിരിറ്റിന് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങൾ ഉണ്ടാകും. ഷണ്ണന് സ്വന്തമായിട്ട് രഥങ്ങളുണ്ട്, തേരുണ്ട്. ഫിലിപ്പോസിന് കാൽനട മാത്രമേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ്, സോയ സ്പിരിറ്റ്, അവനെ എടുത്തുകൊണ്ടുപോയി. പിന്നെ അവൻ 42 കിലോമീറ്റർ അകലെ അസ്തോദിലായിരുന്നു. ഷണ്ണന് ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിലാണ് ഫിലിപ്പോസിന്റെ ലൈഫ്. ഷണ്ണൻ പോയത് നേരെ എത്യോപ്യയിലാണ്. ഇന്ന് എത്യോപ്യയിൽ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ വിശ്വാസികളാണ്. ഷണ്ണനാണ് അതിൻ്റെ കാരണം. ഷണ്ണൻ പോയപ്പോൾ നേരെ ചെന്ന് ഈ സുവിശേഷം, ഈ സന്തോഷം
മറ്റുള്ളവർക്ക് കൈമാറി. അങ്ങനെ അവിടെ കൂട്ടായ്മകൾ വളർന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. ആലപ്പുഴ പ്രൈസ് ജനറേഷനിലുള്ളൊരു മോൻ ഇപ്പോൾ എത്യോപ്യയിലോട്ട് പോയിട്ടുണ്ട്, ജോലിയുള്ള ബന്ധത്തിൽ. ഭൂമിയുടെ അറ്റത്തോളം പ്രൈസ് ജനറേഷനിലെ കുടുംബാംഗങ്ങൾ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അതൊത്തിരി സന്തോഷമാണ്. കഴിഞ്ഞ ദിവസം ഫ്രാൻസിലേക്കൊരു മോൻ പോയി. അമേരിക്കയിൽ കാനഡ, UK, ഓസ്ട്രേലിയ, ഗൾഫ് രാജ്യങ്ങൾ സാധാരണം. എന്നാൽ ഫ്രാൻസ്, ജർമ്മനിയിലുണ്ട്, അതുകൂടാതെ ഫ്രാൻസിൽ പോയി, അതുപോലെ എത്യോപ്യയിലുണ്ട്. എല്ലാ രാജ്യങ്ങളിലും ഭൂമിയുടെ എല്ലാ ഭാഗത്തും പ്രൈസ് ജനറേഷൻ കുടുംബങ്ങൾ ചെന്ന് അഭിവൃദ്ധിപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിലെ അടുത്ത ഭാഗം വായിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വായിച്ചത് കപ്പലിലെ ജോലിക്കാർ രഹസ്യമായി ചെറിയ ബോട്ടുകൾ വെള്ളത്തിൽ ഇറക്കി രക്ഷപ്പെടാൻ ഭാവിച്ചു. ഈ വലിയ കപ്പലിൽ ബാക്കിയുള്ളവരെ ആക്കിയിട്ട് രക്ഷപ്പെടാൻ നോക്കി. അങ്ങനെയാണെങ്കിൽ ഈ കപ്പൽ വെള്ളത്തിൽ കിടന്ന് തകർന്ന് ഈ കപ്പലിലുള്ളവരും മരിച്ചുപോകും. അങ്ങനൊരു ചതി ചെയ്യാൻ പോയപ്പോൾ പൗലോസിന് അത് ആത്മാവിൽ വെളിപ്പെട്ടു. പട്ടാളക്കാരോടും ശതാധിപനോടും പറഞ്ഞു, ഇവർ കപ്പലിൽ താമസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ അവർ രക്ഷപ്പെടാൻ പോയ പദ്ധതി ഈ പട്ടാളക്കാർ ക്യാൻസൽ ചെയ്തു കളഞ്ഞു. അടുത്ത ഭാഗം 27-33. നേരം വെളുക്കാറായപ്പോൾ പൗലോസ് എല്ലാവരോടും ഭക്ഷണം കഴിക്കേണ്ടതിന് അപേക്ഷിച്ചു. നിങ്ങളൊന്നും കഴിക്കാതെ കാത്തുകൊണ്ട് പട്ടിണി കിടക്കുന്നത് ഇന്ന് 14-ാം ദിവസമാകുന്നുവല്ലോ. അതുകൊണ്ട് ആഹാരം കഴിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അത് നിങ്ങളുടെ രക്ഷയ്ക്കുള്ളതല്ലോ. നിങ്ങളിൽ ഒരുത്തിൻ്റെ തലയിൽ രോമം പോലും നഷ്ടമാകില്ല എന്ന് പറഞ്ഞു. നിശ്ചയം എന്ന് പറഞ്ഞു. അതെ, പൗലോസ് പറയണം എല്ലാവരും ഭക്ഷണം കഴിക്കണം. പൗലോസിന് ഏകദേശം മനസ്സിലായി, ഒരു നീന്തി രക്ഷപ്പെടുന്ന ഒരു സാധ്യത ഇനിയുള്ളൂ. കാരണം ഇത്രയും പടുകുറ്റൻ കപ്പൽ ആ കരയിലോട്ട് അടുക്കാൻ കഴിയില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ദ്വീപിലെ പാറക്കെട്ടിൽ ഇടിച്ചത് തകരാം. എന്നാൽ രക്ഷപ്പെടാൻ നീന്തിയേ മതിയാകൂ. തനിക്ക് മനസ്സിലായി. ഉടനെ അദ്ദേഹം എല്ലാവരോടും പറഞ്ഞു, 14 ദിവസമായിട്ട് നിങ്ങളൊന്നും കഴിച്ചിട്ടില്ല, നിങ്ങൾ ഭക്ഷണം കഴിക്കണം. എന്തുകൊണ്ട് 14 ദിവസം പറഞ്ഞില്ല? അന്നത് വെളിപ്പെട്ടില്ല. പൗലോസിന് മനസ്സിലായി, 14 ദിവസം ഭക്ഷണം കഴിക്കാത്തവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ നീന്താൻ അറിയാവുന്നവർ പോലും നീന്താൻ കഴിയാതെ തളർന്ന് വീണ് മുങ്ങി മരിക്കും. അതുകൊണ്ട് നീന്താനുള്ള ശക്തി ഭക്ഷണത്തിലൂടെ ഇവർക്കുണ്ടാകണം. ജ്ഞാനം ദൈവം അവന് തുറന്നു കൊടുത്തു. ദൈവാലോചനകൾ പല രീതിയിൽ പൗലോസിൽ വെളിപ്പെടുന്നത് കാണാം. എന്നിട്ട് 35-ാം വാക്യം, ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പമെടുത്ത് എല്ലാവരും കാണുക ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തിന്നൂടെ. എല്ലാവരും കാണുക ദൈവത്തെ സ്തുതിച്ചു, കർത്താവേ നീ ഞങ്ങൾക്ക് തന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി നന്ദി. ഈ ഭക്ഷണം എല്ലാവർക്കും ബലമാകണം, ഇതൊരത്ഭുതമാകണം. യേശുവിൻ നാമത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കഴിക്കാമോ? മുന്നോട്ട് പോകാനുള്ള ബലം ആ ഭക്ഷണത്തിലൂടെ ഉണ്ടാകും. അതിനകത്ത് വിഷാംശങ്ങൾ ഉണ്ടാകാം, അതെല്ലാം ക്യാൻസലായി പോകും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ നല്ല പങ്ക് ഇപ്പോൾ വിഷാംശങ്ങളായി മാറി. കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യുന്ന ഒരു മോള് എന്നോട് പറഞ്ഞു, പാസ്റ്റേ, ഇപ്പോൾ ഈ പല സാൻഡ്വിച്ചുകളിലും പലതിലും ചേർക്കുന്ന സോസുകളുണ്ട്, വളരെ ടേസ്റ്റ് ഉണ്ടാക്കുന്ന സോസുകൾ. അത് ഒറിജിനലും കിട്ടും, നല്ല ക്രീമുകൾ, ബട്ടർ, കൂടിയ മനുഷ്യന്റെ ശരീരത്തിൽ പ്രയോജനപ്പെടുന്ന നല്ല ക്രീമുകൾ കിട്ടും. അതിന് ഭയങ്കര വിലയാണ്. അപ്പൊ ചീപ്പായിട്ട് കൊടുക്കാൻ വേണ്ടി കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ ചൈനക്കാരിറക്കുന്ന കെമിക്കലുകളുണ്ട്. ടേസ്റ്റ് ഭയങ്കരമാണ്, എന്നാൽ 4-1 വിലയില്ല. പല കടക്കാർ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് കേട്ട അന്ന് മുതൽ ഞാനിങ്ങനെയുള്ള സാധനം കഴിക്കൽ അങ്ങോട്ട് നിർത്തി. ഒന്ന് ആലോചിച്ച് നോക്കണേ.
കെമിക്കൽ സാധനങ്ങൾ, ടേസ്റ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ, അത് ശരീരത്തിന് പ്രയോജനമില്ല, ക്യാൻസർ തരുന്ന സംഗതികൾ ഈ പല കടകളിലും ചീപ്പായിട്ട് പോയി മേടിച്ച് കഴിക്കുന്നില്ലേ? നല്ല ഹോട്ടലുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഏറ്റവും ചീപ്പായി റോഡ് സൈഡിൽ നിന്നും വളരെ വില കുറഞ്ഞു നോക്കി കൂടുതൽ രുചിയുള്ളത് നോക്കി വാങ്ങി കഴിക്കുമ്പോൾ ഓർക്കണം, ഹോട്ടൽ നടത്തുന്നവർ പറയുന്നു ഇതിനകത്ത് ഇങ്ങനെയുള്ള കൃത്രിമങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്തോരം എന്ത് കഴിക്കാൻ എടുത്താലും ഒന്ന് സ്തോത്രം ചെയ്ത് കഴിച്ചാൽ, മരണകരമായി അതൊന്ന് കഴിച്ചാലും കുടിച്ചാലും ഒരു ഹാനിയും വരില്ല. നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പൊള്ളാച്ചി എന്നൊക്കെ വരുന്നത്, പണ്ടൊക്കെ ഒരു പഴം ചീത്തയാകും, എന്ത് കൊണ്ടുവന്നാലും ഉടനെ ചീത്തയാകും. ഇപ്പൊ ചീത്തയാകാറില്ല. എന്താ? ചീയുന്നില്ല. എത്ര ദിവസം കഴിഞ്ഞാലും ഇത് ചെറുതായി പോകും, ചീയുന്നില്ല. കാരണം ഇവർ ഈ സാധനം മുഴുവനും, ഒരു റോബസ്റ്റ് പഴക്കൊല പോലും നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാം, അത് ഫുരിഡാൻ പോലെയുള്ള എന്തോ മാരക വിഷം വലിയ പാത്രത്തിൽ കലക്കി വെച്ചിട്ട് ഓരോ കൊലയും അതിനകത്ത് മുക്കിയിട്ട് അങ്ങോട്ട് എടുത്തു വെക്കുകയാണ്. വേഗം പഴുക്കും. എങ്ങനെ പഴുക്കുന്നേ? അമർത്തിയാൽ ഞെങ്ങും, എന്നാൽ മധുരം അത്യാവശ്യം ഉണ്ടാവും, കളറ് വരുന്നില്ല. ഇതിൻ്റെ കാരണം പച്ചയായിട്ടിരിക്കും, എന്നാൽ പഴുത്ത നിറം വരുന്നില്ല. കെമിക്കലാണ്. എന്ത് നോക്കിക്കോ, ഒരാപ്പിൾ വാങ്ങിയാൽ അതിൻ്റെ ചുറ്റും മെഴുകാണ്, മെഴുക്. കളറ് വരുത്താൻ വേണ്ടി, വില കൂട്ടാൻ വേണ്ടി. സാധാ ആപ്പിളിന് 150, ഇത് സ്പെഷ്യൽ ആപ്പിളാണ് 350. മലയാളിയല്ലേ, കൂടിയത് അങ്ങോട്ട് മേടിക്കുള്ളൂ. കെമിക്കലാ. അതിൻ്റെ സൈഡിൽ കത്തി കൊണ്ട് ചിരണ്ടിയാൽ, തോട് ചിരണ്ടിയാൽ മെഴുക് വരുന്നത് കാണും. എന്തെല്ലാം മായമാണ്. പ്രാർത്ഥിച്ച് കഴിക്കുക. നമ്മുടെ ആരോഗ്യം മെച്ചമാകണമെങ്കിൽ എല്ലാം ഒന്ന് സ്തോത്രം ചെയ്യും. അങ്ങനെയെങ്കിലും വായിൽ 2 സ്തോത്രം വരട്ടെ. എന്തെടുത്താലും സ്തോത്രം ചെയ്ത്. യേശു അപ്പമെടുത്തു, സ്തോത്രം ചെയ്തു. സ്തോത്രം ചെയ്ത് അപ്പം നുറുക്കി. അവരപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ കർത്താവേ സ്തോത്രം, ഇതാ ദൈവത്തെ വാഴ്ത്തിയിട്ട് നുറുക്കി തുടങ്ങി. അപ്പോൾ എല്ലാവരും ധൈര്യപ്പെട്ട് ഭക്ഷണം കഴിച്ചു. കപ്പലിൽ ഞങ്ങൾ ആകെ 276 പേരുണ്ടായിരുന്നു. എല്ലാവരും ബലപ്പെട്ടു. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ സ്തോത്രം ചെയ്ത് ചില ചുവടുകൾ വെച്ചാൽ ബാക്കിയുള്ളവർ പോലും ബലപ്പെടും. മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കാനുള്ളവരല്ല നമ്മൾ, മറ്റുള്ളവരെ പോലും ബലപ്പെടുത്താനുള്ളവരാണ്. മറ്റുള്ളവർ പോലും ബലപ്പെട്ട് 14 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാത്തവര് ധൈര്യപ്പെട്ടു ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പായി. ഒരു ജീവിതമുണ്ടെന്ന് ഉറപ്പ് കൊണ്ടുവന്നത് പൗലോസാണ്. ഇതിന്റെ പേരാണ് സോയെ ലൈഫ്. മറ്റുള്ളവരെ പോലെ ജീവൻ പിടിപ്പിക്കുന്നു, ബലപ്പെടുത്തുന്ന ജീവൻ. ആ ജീവൻ നിങ്ങളിലുണ്ട്. യേശു നിങ്ങളിലുള്ളത് കൊണ്ട്. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. മറ്റുള്ളവർ വന്ന് നിങ്ങളെ ധൈര്യപ്പെടുത്തരുത്, അതിനു മുമ്പ് നിങ്ങൾ അവരെ ധൈര്യപ്പെടുത്തണം. ലോകത്തിൽ ആരും വന്ന് നമ്മെ ബലപ്പെടുത്തരുത്, അവരെ നമ്മൾ ബലപ്പെടുത്തണം. 275 പേരെ പൗലോസ് ധൈര്യപ്പെടുത്തി. കഴിക്കേ, ധൈര്യപ്പെട്. ഭക്ഷണം വേണം, നമുക്ക് ആരോഗ്യം വേണം, വെറുതെ പട്ടിണി കിടക്കല്ലേ. എല്ലാവരും ധൈര്യപ്പെട്ടു. മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന ശക്തി നമ്മുടെ മേലുണ്ട്. അതിനെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കുക. പ്രാർത്ഥിക്കുക. കർത്താവേ, മറ്റുള്ളവർക്ക് പോലൊരു പ്രബോധന പുത്രനായി, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന, മറ്റുള്ളവരെ ശക്തീകരിക്കുന്ന, മറ്റുള്ളവർക്കും ഉൾക്കരുത്ത് കൊടുക്കുന്ന, ബലഹീനനെ താങ്ങുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഞങ്ങളുടെ വായിലുണ്ടാകട്ടെ. മറ്റുള്ളവർക്ക് ഞങ്ങളൊരു പ്രബോധന പുത്രനാകട്ടെ. മറ്റുള്ളവരെ ക്ഷീണിപ്പിക്കുന്ന, തളർത്തുന്ന വാക്കുകൾ, പൈശാചികമായ വാക്കുകൾ ഞങ്ങളിൽ വരാതെ മറ്റുള്ളവർക്ക് ഞങ്ങളൊരു ബലവും കൃപയും സൗഖ്യവും സമാധാനവും പ്രതീക്ഷയുമായി ഞങ്ങളുടെ വാക്കുകൾ തീരണമേ. അതിനായി ഞങ്ങളെ ഉപയോഗിക്കണം. കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ബലം ഇന്നു മുതൽ എല്ലാവരിലും വ്യാപരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്നു മുതൽ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ.
നാളെ ഇതേ നേരത്ത് നമുക്ക് ഒരുമിച്ച് കാണാം, കൂടാം. മാത്രമല്ല നാളെ രാവിലെ 10:30 പ്രൈസ് ജനറേഷനിൽ വെച്ച് സ്പെഷ്യൽ ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. നിങ്ങൾ കടന്നു വരിക, ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലെസ് യു. ബാക്കി എല്ലാത്തിൽ നിന്നും കണ്ണെടുത്തിട്ട് യേശുവിനെ മാത്രം നോക്കിയാട്ടെ. എബ്രായ ലേഖനം മുഴുവനും ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞിട്ട് അവർ പറയുന്നൊരു കാര്യം, മോശയേക്കാൾ വലിയവൻ. നമ്മൾ വലിയവരെന്ന് കണ്ടവരെ എല്ലാവരെക്കാളും വലിയവനാണ്. ദൂതന്മാരെക്കാൾ വലിയവൻ, വലിയ ചരിത്രം സൃഷ്ടിച്ചവരെക്കാൾ വലിയവൻ. അവര് മനുഷ്യരാണ്, പക്ഷെ അവർ വീണു. പക്ഷെ ഒരിക്കലും ഒരു കുറവുമില്ലാത്ത കുഞ്ഞാടാ നമുക്ക് വേണ്ടി മരിച്ചത്. ഒരു കുറവുമില്ല, ഒരു ഊനവും ഇല്ല.
ആ യേശുവിനെ നാം ഇന്ന് ആരാധിക്കുന്നു. യൂദ പറഞ്ഞു, കുറ്റമില്ലാത്ത രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു. യൂദയ്ക്ക് പോലും ഒരു കുറ്റം കണ്ടുപിടിക്കാൻ യേശുവിൽ കഴിഞ്ഞില്ല. പീലാത്തോസ് പറഞ്ഞു, ഇതൊരു നീതിമാനായ മനുഷ്യൻ, ആർക്കും കുറ്റം പോലും കണ്ടുപിടിക്കാൻ കഴിയത്തില്ല യേശു. അതുപോലെയായിരുന്നു യേശു ഭൂമിയിൽ ജീവിച്ചത്. അറുക്കപ്പെട്ട കുഞ്ഞാട്. ഒരു കാര്യമില്ല നമുക്ക് വേണ്ടി മരിക്കേണ്ട. പാപികളായ നമുക്ക് വേണ്ടി തക്ക സമയത്ത് കർത്താവ് മരിച്ചു. തക്ക സമയത്ത് കർത്താവ് തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും നരകത്തിൽ കിടന്നാലേ. എന്നാൽ ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. എത്ര പേർ കർത്താവിന് മഹത്വം കൊടുക്കും? അത് മഹത്വത്തിന് യോഗ്യൻ, അത് ബഹുമാനത്തിന് യോഗ്യൻ, അത് സകല ആരാധനയ്ക്കും യോഗ്യൻ. യേശുവാണ് യോഗ്യൻ. അങ്ങ് യോഗ്യൻ. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിനായി നന്ദി. ഞങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കിയതിനായി നന്ദി. യേശുവാണ് മാത്രമേ കുഞ്ഞാടെ ചേർന്ന് കുഞ്ഞാടെ ഞങ്ങൾക്ക് പ്രശംസിക്കാനുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് പാടാനുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ക്രൂശ് അല്ലാതെ വേറൊന്നുമില്ല, വേറൊന്നുമില്ല. നീ മാത്രം യോഗ്യൻ. കുഞ്ഞാട് അങ്ങേന്നു യോഗ്യൻ. യേശുവേ, നീ മാത്രം യോഗ്യൻ. ആഴമായി അങ്ങിൽ ചേരുവാൻ. യേശുവേ, ആഴമായി അങ്ങിൽ പ്രാപിപ്പാൻ. ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ. അധികമായി എന്നേശുനാഥ. ഒരിക്കൽ കൂടി ആഴമായി